ഹായ് ഫ്രണ്ട്സ്, ജെന്നീസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പം, പുട്ട്, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതിനെല്ലാം നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ചിക്കൻ ഗ്രേവി തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയുന്നതിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ നന്നായിട്ട് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് മേളിൽ ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറിൽ നമ്മൾ ഇതേപോലെ ഈ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ചിക്കനെ പിടിച്ച് കിട്ടണം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഇനി ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു 4 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടി ഒരു 10 കാഷ്യൂ നട്ട്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. ലാസ്റ്റിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി കഴിയുന്നതാണ് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചതച്ചെടുത്തത് അരിഞ്ഞെടുത്ത് ചേർക്കുക. ചതച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതൊന്ന് നന്നായിട്ട് ആ നീരെല്ലാം ഇറങ്ങി നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സവാളയും 1 തണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ മാരിനേറ്റ് ചെയ്യുന്നിടത്തും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആദ്യമേ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൂടെ ചേർക്കണം. ഈ ചിക്കൻ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന മസാലയാണ്. അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഈ മസാല നന്നായിട്ടൊന്ന് പച്ചകുത്തലെല്ലാം പോയി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഒട്ടും കരിഞ്ഞു പോയത്. അപ്പോൾ ഇതിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ മസാലയും സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. മസാലയൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് പൊതിഞ്ഞ് കിട്ടണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ ചേർക്കാനെ കൊണ്ട് 1ാം പാലും അതൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് 2ാം പാലൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് നന്നായിട്ടൊന്ന് വേകുന്നത്. അതിനുവേണ്ടി ഇനിയിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ചെറുതീയിൽ ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഇത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
ഇനി ഒരു 7-8 മിനിറ്റ് നന്നായിട്ട് ചെറുതീയിലിരുന്നൊന്ന് വേവണം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചിക്കൻ വെന്തോന്നൊക്കെ നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ ചിക്കൻ വേകാനുണ്ട്. ഒരു വട്ടം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുന്നുണ്ടേ ഒരു ചിക്കൻ നമ്മൾ ഈ തേങ്ങാപ്പാൽ വേകാൻ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനിയിപ്പം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തിള കയറി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയുടെ ഒരു തണ്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടം കൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഈ കറി നമുക്ക് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇനിയല്ല കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലാണ് ആദ്യമേ നമ്മൾ വെള്ളത്തിൽ കുറച്ച് കാഷ്നട്ട് കുതിരാനെ കൊണ്ടിട്ടിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. എല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ പോകും. പിന്നെ അതേപോലെ പൊറോട്ട ചിക്കൻ്റെ കൂടെയൊക്കെ നമുക്കിത് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്